ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും വർദ്ധിച്ചു വരികയാണെങ്കിലും മനുഷ്യൻ്റെ സന്തോഷം കുറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ സന്തോഷം നഷ്ടപ്പെടുന്നത്? സന്തോഷം എങ്ങനെ തിരിച്ചെടുക്കാം? എപ്പോഴും നമ്മുടെ മനസ്സിന് നല്ല ഒരു മാനസിക സുഖം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ മനുഷ്യൻ്റെ സന്തോഷത്തിനും സുഖത്തിനുമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 4 ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനം സ്തംഭിക്കുന്നത് കാരണത്താലാണ് നമ്മുടെ ജീവിതം വളരെയധികം വിരസമായി മാറുന്നത്. ഈ 4 ഹോർമോണുകൾ ഏതെല്ലാമാണെന്നും അവയെ എങ്ങനെ ഉത്തേജിപ്പിക്കാമെന്നുമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ആദ്യം നമുക്ക് ഈ 4 ഹോർമോണുകളെ പരിചയപ്പെടാം. എൻഡോർഫിൻസ്, ഡോപ്പമൈൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ ഇവയാണ് ഈ ഹോർമോണുകൾ. ഈ 4 ഹോർമോണുകളും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തെയും സുഖാനുഭവത്തെയും വർദ്ധിപ്പിച്ചു തരുന്ന ഹോർമോണുകളാണ്. നമുക്കിതിലെ ഒന്നാമത്തേതിനെക്കുറിച്ച് പഠിക്കാം. എൻഡോർഫിൻ എന്നത് മസ്തിഷ്കത്തിലെ നാച്ചുറൽ കഞ്ചാവ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹോർമോണാണ്. മനുഷ്യർ മദ്യപിക്കുകയും ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുകയുമെല്ലാം ചെയ്യുമ്പോൾ എൻഡോർഫിൻസിനെ സ്വാധീനിച്ചുകൊണ്ടാണ് ആ ഒരു സുഖാനുഭവം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. എന്നാൽ നമുക്ക് എൻഡോർഫിൻസിനെ സാധാരണഗതിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. മസ്തിഷ്കത്തിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉത്തേജിക്കപ്പെട്ട് അതിലൂടെ നമുക്ക് സൗഖ്യമുണ്ടാവണമെങ്കിൽ അതിന് വളരെ ചെറിയൊരു കാര്യം മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നടക്കുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് നടക്കുകയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുകയോ വളരെയധികം മനസ്സുഖമുണ്ടാക്കുന്ന അതുപോലെയുള്ള കളികളിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ ശരീരം നന്നായി ഇളകുമ്പോൾ എൻഡോർഫിൻസ് എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. എന്നാൽ ഇത് വളരെയധികം അധ്വാനിക്കുന്നതുകൊണ്ടും ഉണ്ടാവില്ല. അതായത് ഒരാൾ ഒരു പറമ്പ് കളച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, അദ്ദേഹം അത് തൊഴിലായി ചെയ്യുകയാണെന്നിരിക്കട്ടെ, വളരെയധികം കഷ്ടപ്പാടോടുകൂടിയും ദുഃഖത്തോടുകൂടിയും ചെയ്യുകയാണെന്നിരിക്കട്ടെ, എങ്കിൽ അത് എത്ര കഠിനമായ വ്യായാമമാണെങ്കിലും അത് പറമ്പ് കിളയ്ക്കുന്നതോ ചാക്ക് ചുമക്കുന്നതോ അങ്ങനെ എന്തായാലും അതിലൂടെ എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല. വളരെയധികം സന്തോഷത്തോടെ കളികൾ, നടത്തം, വ്യായാമം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ സുഖാനുഭവം നമുക്ക് പകൽ മുഴുവൻ നിലനിർത്തുവാൻ സാധിക്കും. രണ്ടാമത്തെ ഹോർമോണാണ് ഡോപ്പമൈൻ. പാർക്കിൻസൺസ് എന്നറിയപ്പെടുന്ന ഒരു അസുഖമുണ്ട്. വിറയൽ, ശരീരം മുഴുവൻ എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുഖത്ത് യാതൊരു സന്തോഷവും ഒരിക്കലും വരാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഉണ്ടാകുന്നതിനുള്ള കാരണം ഡോപ്പമൈൻ്റെ കുറവാണ്. എന്നാൽ ഡോപ്പമൈൻ ഉത്തേജിപ്പിച്ച് നമുക്ക് ആ സന്തോഷവും സുഖാനുഭവവും ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഏറ്റവും ലളിതമായ വഴി പരസ്പരം അംഗീകരിക്കുക എന്നതാണ്. ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കുക, മാതാപിതാക്കൾ മക്കളെ അംഗീകരിക്കുക, മക്കൾ അച്ഛനും അമ്മയും അംഗീകരിക്കുക, കൂടെയുള്ളവരെ അംഗീകരിക്കുക. അവരെങ്ങനെയുള്ളവരായിരുന്നാലും ആദ്യം അവരെ